ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മുടെ ആദംകുട്ടന് ഭയങ്കര സന്തോഷം കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ അടച്ചു പൂട്ടി ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലാറ്റിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെയും. നമ്മളധികം പുറത്തേക്ക് ഇറങ്ങണില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ കൊതുക് ശല്യം, പിന്നെ വണ്ടികളാണെങ്കിലും കാണാൻ പറ്റണില്ല, ആൾക്കാരാണെങ്കിലും കാണാൻ പറ്റില്ല. കൊച്ചിനൊരു അടച്ചുപൂട്ടലായിരുന്നു അവിടെ. ഇപ്പം ഞാൻ ഇവിടെ വന്നേ പിന്നെ ഞാൻ അവനോട് ചോദിക്കാൻ നീ കാടുറ്റിക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ പോണില്ല, കാടുറ്റി എനിക്ക് ഇഷ്ടമില്ല എന്നിപ്പോൾ പറയുന്നവൻ. പുറത്തേക്ക് ഇറക്കം കുറവാണ്. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുക, അല്ലാണ്ട് ഇല്ല. ഇവിടെ ആകുമ്പോൾ റോട്ടിക്ക് കൂടെ പോണ ഒരു മനുഷ്യരെ വിടില്ല. എല്ലാ മനുഷ്യരെയും വിളിച്ച് നിർത്തും വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന് നേരം പോകും. പിന്നെ 24 മണിക്കൂർ കളി. അബ്രുവിനാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ പറ്റണില്ല എന്നുള്ളതാണ്. അകത്തേക്ക് ആശാൻ എന്ത് ചെയ്ത് കയറില്ല. ഇന്നലെ ഒന്നും അകത്തേക്ക് കയറിയിട്ടേ ഇല്ല. അവന് പുറത്ത് നിൽക്കുക, ബോള് കളിക്കുക, അല്ലെങ്കിൽ സൈക്കിൾ കളിക്കുക. ഇപ്പം ചെരുപ്പ് മീനെ പിടിച്ചേക്കണം. ചെരുപ്പ് പെപ്പ് 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 എന്ന് പറഞ്ഞാൽ ഏത് സമയം അത് ഇട്ടുകൊണ്ട് നടക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഒരുത്തന്റെ കണ്ണ് തെറ്റിയാണ്ടല്ലോ. അത് ഈ കട്ടിലേമല്ലേ, അല്ല കട്ടിലല്ല, കട്ടിലിന്റെ ഈ സാധനം ഇല്ലേ, ഇത് പെടച്ച് കയറിയിട്ട് ഇങ്ങോട്ട് ചാടും. അല്ലാതാ കണ്ണ് വെച്ചിരിക്കണല്ലേ കുറുമ്പനെ. ആരെ പഠിപ്പിച്ചെടുത്തേ? ആദ്യമാണോ പഠിപ്പിച്ചെടുത്തേ? ആരെ കുറുമ്പൻ? ആബ്രു വന്ന് എവിടേക്കാ? രാത്രിയേ രണ്ടുപേരെ ഉറക്കം ശരിയായിട്ടില്ല. ഉറക്കം ശരിയാവാന്ന് പറഞ്ഞാൽ അബ്രു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുക, കുറെ നേരം കരയാൻ ഞാൻ എടുത്തുകൊണ്ട് കിടക്കലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ കിടത്തി കഴിയുമ്പോൾ ഇവൻ കരയും. അങ്ങനെയായിരുന്നു. എന്നിട്ട് ഒരു വിധത്തിലും ഇന്നലെ സെറ്റാവാത്ത കാരണം അബ്രു കുറച്ച് നേരം വൈകി എണിക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ അവനെ ഉറങ്ങാത്ത കാരണം താഴ്ത്തി കെടുത്തി. പക്ഷെ ചേട്ടൻ വന്നിട്ട് പിന്നെ എണിപ്പിച്ചു വിട്ടാ. ചേട്ടനൊരു പ്രത്യേകത ഉണ്ട്, അനിയനെ ഉറങ്ങണമെങ്കിൽ അപ്പം എണിപ്പിക്കണം. അതുപോലെ തന്നെ അനിയനും ആ പ്രത്യേകതയുണ്ട്, ചേട്ടൻ ഉറങ്ങണമെങ്കിൽ അപ്പം തന്നെ എണിപ്പിക്കണം. പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാല് പുറത്തുനിന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പച്ചപ്പാൽ. ഞാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ അടപ്പന ഊരി കൈ പിടിച്ചിരിക്കുന്നു. കുടിച്ചില്ലേ ഭാഗ്യത്തിന്. അത് കണ്ടു. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. എന്നാലും ഇങ്ങനെ പച്ചപ്പാൽ കുടിക്കാൻ പാടില്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്നോട് ചോദിക്കും നമ്മ പാല് വേവിച്ചോ? വിശേഷം ചോദിക്കൽ കൂടുതലാ. ഒരു സാധനം കാണിച്ചു തരാട്ടാ. ഇതെന്തറിയോ? ഇത് കൊടപ്പുളി ഉണ്ട്. കൊടപ്പുളി നമ്മുടെ മീൻകറിയിലൊക്കെ ഇടാറില്ലേ? മീൻകറിയിൽ ഇടുന്ന കൊടപ്പുളി ഉണക്കാൻ വെച്ചേക്കുന്നത്. അമ്മിച്ചിതേക്കുണ്ട് അവിടെ ഉണക്കാൻ വെച്ചേക്കുന്നത്. വെയിലിപ്പോൾ അധികം ഇല്ലാത്ത കാരണം ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം നല്ല പോലെ ഉണങ്ങി കിട്ടും. മുൻപ് കാടുറ്റിൽ അമ്മിച്ചി എന്നിട്ട് ചെയ്യാന്നറിയോ? നമ്മുടെ അവിടെ കുടപ്പുളി മരമുണ്ട്. അപ്പോൾ കുടപ്പുളി മരത്തിന് ഇങ്ങനെ ഇത് പൊളിച്ചിട്ട് കുത്തിയിട്ട് മാല പോലെ ഇങ്ങനെ റൗണ്ടാക്കും. എന്നിട്ട് റൗണ്ടാക്കിയിട്ട് ഇവിടെ കോലൊക്കെ വെച്ചിട്ട് അടുപ്പിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ പട്ടയമൊക്കെ തൂക്കിയിട്ടിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒട്ടും ഉണങ്ങാണ്ട് അങ്ങനെയൊക്കെ ഉണങ്ങാണ്ടായി കഴിഞ്ഞാൽ അമ്മിച്ച് അടുപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിരത്തിയിടും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ കുടപ്പുളിക്കൊന്നും ക്ഷാമം ഉണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പം പക്ഷെ കുടപ്പുളിമാരൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പച്ചക്കുടംപുളി കാണിച്ചിട്ട് ഞാൻ ഇതാണ്ടാ പച്ചക്കുടംപുളി. ഇതാണ് നമ്മൾ ഉണങ്ങിയിട്ട് നമ്മുടെ എന്താ പറയാ മീൻകറിയിലൊക്കെ ഇടുന്നത്. ഈ പച്ചക്കുടംപുളി ഇട്ട് മീൻകറി വെക്കുന്നത് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സാധനം ഉണങ്ങി ചുങ്ങി കറുത്ത കളറാകുമ്പോൾ നമ്മൾ മീൻകറിയിലിടും. ചിലവരുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാവും, ചിലവരൊക്കെ ഇത് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരു കുത്തി കളഞ്ഞിട്ടാണ് നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. നിങ്ങളുടെ അവിടേക്കിന് കുടംപുളി എന്ന് തന്നെയാണോ പറയണതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലുണ്ട്. വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ. നമ്മൾ മുകളിലാണ് വാഷിംഗ് മെഷീൻ കിടക്കണേ. അതുകൊണ്ട് നമ്മൾ താഴത്താണ് അലക്കല്ലുള്ളത്. അതുമ്പോൾ വെറുതെ ഇങ്ങനെ കുത്തി തിരുമേ പിള്ളേരുടെ ഡ്രസ്സുമ്പോൾ അത്ര പെരുത്ത അഴുക്ക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊരു എക്സസൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അലക്കല്ലുമ്പോൾ തന്നെയാണ് അലക്കാറ്. അപ്പം തുണി എടുത്തിട്ട് ആശാനുണ്ടല്ലോ ആദംകുട്ടൻ, എങ്ങനെ ഞാൻ പോണത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ ബഹളാവും. അവനും വന്നെന്ന് പറഞ്ഞു. അവൻ വന്നത് എന്തിനാ? ആ വെള്ളത്തിൽ പൈപ്പ് എടുത്ത് ഇങ്ങനെ തുറക്കുക, ആ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെ ഞങ്ങൾ തല്ല് മേളവും. അതുകൊണ്ട് ഞാൻ അവനെ കാണാണ്ട് ഒളിച്ചാണ് പോവാറ്. സാർ ചേട്ടൻ അനിയനും കൂടി ഭയങ്കര പന്ത് കളിയിലാട്ടാ. ആ കണ്ട, അനിയൻ പിന്നെ പന്ത് കൊടുക്കില്ല. ഇവർക്ക് പന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ്. മേത്തേക്ക് കൊള്ളരുന്നിട്ടുണ്ടീടെ ബോള് ഇങ്ങോട്ട് തട്ടിയിട്ടിട്ട് അവിടെ നിന്നിട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബോള് കിട്ടോ? ആരെങ്കിലും തട്ടിയിട്ട ആൾക്കാര്? ചേട്ടനാന്ന് കേട്ടാ നീ പറഞ്ഞത്. ഇവിടെ വെള്ളം കിട്ടാതോ വീടെടുത്തിട്ടാ. ഇന്നേ അപ്പച്ചനെ ഇവിടെ ഇല്ലേ, അപ്പച്ചൻ ചന്തയ്ക്ക് പോയേക്കാ. അതുകൊണ്ട് തന്നെ ഇവര് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം സ്ഥലമുണ്ട്. വണ്ടി പോയില്ലോ. എന്നിട്ട് ഈ പന്തെടുത്ത് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ വന്നേ ചോദിക്കിട്ടടാ ഇടുവാടാ. ബാക്കിക്ക് ഇറങ്ങി പോണു. വിശേഷങ്ങൾ ചോദിക്കുവാ എല്ലാവരും ചോദിക്കണ ആദത്തിനോട്. ഇങ്ങോട്ട് വാ
വിശേഷങ്ങൾ ചോദിക്കാം എല്ലാവരോടും. എന്നിട്ട് ഡാൻസാ. അയ്യോ പോസ് 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 കാണിക്കുന്ന ചെക്കൻ. പുല്ല് പറിച്ചോണ്ട് ചാനലിൽ തിന്നണ്. ഇടുന്നല്ലേ നിങ്ങളത് പശുവാ അല്ലെങ്കിൽ എരുമയാ? ആ കൊച്ചിന്റെ വണ്ടി കേടായേക്ക. കൊച്ച് റിപ്പയറിങ്ങിന് ഇരിക്കണ്ട. എപ്പ ശരിയാക്കി കിട്ടും? 3 മണിക്ക് ശരിയാക്കി കിട്ടോ? അബ്രു കോയി ബാബേനെ വിളിക്കേ. ബാബേ ബാബ അവിടെ നിക്കണ്ട. ബാബ ഇപ്പൊ തന്നെ വന്നു പോയി. കടാ കുറുമ്പ. ഇന്ന് ചോറിനെ നമുക്ക് കറി എന്തിട്ടാന്നറിയോ? നല്ല ചൂട് തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറ്, പിന്നെ ദേ മീൻ വറുത്തതുണ്ട്, സാമ്പാറുണ്ട്. സാമ്പാറും ചോറും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ചൂട് സാമ്പാറും നല്ല ചൂട് ചോറും. ഒരു പപ്പടം കൂടി വേണ്ടതായിരുന്നു. മീൻ വറുത്തതുള്ള കാരണം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചേട്ടന്റെ വണ്ടിയും കൊണ്ട് തന്നെ അബുരു കയ്യണ അബുരുന് കയറ്റാത്ത കാരണം പിന്നാട് എത്തോടാ. ചേട്ടൊക്കെ കൊടുക്കൂട്ടാ ഉണ്ണി കറിയുമ്പോഴേക്കും. ചേട്ടൻ സക്കിളെടുത്ത് ഉണ്ണിക്ക് വണ്ടി കൊടുത്തു. അമ്മേരെ അബുരു കയറിയിരുന്നൂടാ. ചേട്ടൻ സക്കിള് അവര് വണ്ടി. കുട്ടന്റെയും അബുരുമുത്തിന്റെയും കുളി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അപ്പാപ്പനെ നോക്കിയിരിക്കണേ ഞങ്ങള്. അപ്പാപ്പൻ ഇപ്പൊ വരോ അതാ. അപ്പാപ്പ സാധാ വരുമ്പോ ഒരു മണിക്ക് ആവാറുണ്ട് ചില ദിവസങ്ങളിൽ. ചില ദിവസം 12:30 ആവാറുണ്ട്. ഇന്നിപ്പോ അപ്പാപ്പന്റെ കൂടെ കളിക്കാൻ കുറച്ചൊരു സമയം കിട്ടിയുള്ള. അല്ലെങ്കിൽ അപ്പാപ്പന്റെ കൂടെ അടി ബഹളം മേളം തല്ല് കരച്ചില്. അപ്പാപ്പനെ കൊറേ അടിക്കും. അതന്നെ ബാ പറയ്. പിന്നെന്താ വരാത്ത ആദക്കുട്ടൻ? ആദക്കുട്ടൻ വന്നില്ല കേട്ടൊന്ന്. എന്നിട്ട് പറ്റിയാദത്തിന് പിണങ്ങിയ അതിന് വന്നില്ല കേട്ടാ. ചേട്ടൻ ഇരിക്കണേക്ക് മുക്കിൽ ഇത്ര സ്ഥലം ഉണ്ടായിട്ട് 2 കൂടി കേറിയിരിക്കുന്നത് മുക്കില് ഉണ്ടാ. വെയിലുള്ള ദിവസം ഉണ്ട്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ടായുള്ളൂ. എന്നാലും ഇതിന് വെയിലുണ്ട്. എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞാൽ നല്ല പോലെ ഉണങ്ങി കിട്ടും. എന്റെ മുഖത്തുനിന്ന് ഞങ്ങൾ കണ്ണ് വെട്ടിച്ച് കഴിഞ്ഞാലേ ഇത് എന്തിട്ട് സാധനമാണാവോ പറക്കിയെടുത്തോണ്ട്. ഇവര് ചവിട്ടിയുണ്ട്. ആ ചവിട്ടിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക. അത് മറ്റേ റബ്ബറിന്റെ പോലത്തെ ഒരു സാധനമാണ്. അതെടുത്ത് വായിലിടാൻ നോക്കാം. കണ്ണ് വെച്ചുകൊണ്ടിരിക്കണം. കണ്ണ് തെറ്റിയാവുന്നില്ലെങ്കിൽ പുല്ല് പറിച്ച് തിന്നല് ഓരോരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവനൊതുക്കാനാണ് അവനേക്കാളും പാടും. 2 ഒരു ഇതായി എന്നുള്ളതാ. ചോറുണ്ടാ വായ തുറക്കും. അതുമില്ല. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലോ തുപ്പി ഇങ്ങനെ തോൽക്കും. കണ്ടാ പറഞ്ഞിട്ട് തെറ്റി നോക്കി. കണ്ടാ പറക്കിയവൻ എങ്ങടാ ഓടണ. പറക്കിയിട്ട് ഒറ്റ ഓട്ടാക്കുള്ള തരം. കണ്ടാ എന്നിട്ട് സാധനത് എന്നിട്ട് തരാനാ. ആർക്ക് തരാൻ? അവന്റെ പെപ്പെടുത്തു. ഇത് അടുത്തത് പറക്കാൻ പോണു. കണ്ട എന്തിട്ട് കുഞ്ഞു. ദേ അപ്പാപ്പം വന്നതേ കൊച്ചു വണ്ടി കയറാൻ വേണ്ടിട്ട് ആക്രാന്തത്തോടു കൂടി പോയിട്ടുണ്ട്. അമ്മാവനെ കുടപ്പുള്ളി ഇടാൻ വേണ്ടിട്ട് പോകുന്നത്. ഈ അപ്പാപ്പന്റെ വണ്ടി കയറി. നീ ഇവനെ കയറ്റിയാ? വണ്ടിയുടെ ഉള്ളിൽ കയറി നിന്ന് ഓണടിച്ചോണ്ടിരിക്കുന്നുണ്ട് ആശാമാര് 2 കൂടി. കഴിഞ്ഞ ഇറങ്ങാൻ പോവാ. ഇതൊക്കെ ചാടല്ലേ അമ്മ ഇറക്കാം. എന്റെ സാധനങ്ങൾ എന്നിട്ടേക്ക് കൊണ്ടുവന്നേക്കണേ നോക്കിയേ. എന്നിട്ടുള്ളേ കായ കൊടുത്തുണ്ടോ? പിന്നെ റംബൂട്ടാൻ. പിന്നെ ഓറഞ്ച് വാങ്ങിയില്ലല്ലോ പാപ്പൻ. ഇല്ല അതൊരു സാധനം. ഓറഞ്ച് വാങ്ങിയെന്ന് വെച്ച ഓറഞ്ച് ചീഞ്ഞതാ. ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞില്ല. ഓറഞ്ച് കഴിഞ്ഞു. താങ്ങണ്ട നിനക്ക്. ചേട്ടൻ മുമ്പ് കുടിക്കണം. അമ്മേ അപ്പാപ്പ തരൂട്ടാ. നീ കൊടുക്കണ്ട അപ്പാപ്പ കൊടുത്തോളാന്ന്. കായ വറുത്തത് പൊടിക്കാൻ. അവന് കിട്ടണില്ലടാ. വെറുതെ കാണിക്കണ്ടടാ. അതാ വെറുതെ കാണിക്കണ്ടടാ. അവൻ കിട്ടണില്ല. ആദ്യത്തിന് കിട്ടിയില്ലേ?
പൂച്ചയാണോ? ഈന്തപ്പഴണ്ട്. നോക്കിയേ കൊല. അബ്രൂനിസ്തായ കടിച്ചു കുടിച്ചു തന്നെ. ഈന്തപ്പഴത് പച്ച പച്ച ഈന്തപ്പഴം. പച്ചീന്തപ്പഴം. ഇതിന് വന്നപ്പോ സത്യത്തില് ഭയങ്കര സങ്കടമാണ് എനിക്ക്. പിള്ളേർക്ക് ഇല്ല കേട്ടാ, പിള്ളേർക്ക് അതിനുള്ള അറിവായിട്ടുള്ളൂ. പിള്ളേർക്ക് ഇപ്പൊ ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും അടുത്ത് നിക്കണെങ്കിൽ ഇവരെ ഇഷ്ടം, അവിടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ അടുത്ത് പോകണമെങ്കിൽ അവരെ ഇഷ്ടം. അത് അവരെ എവിടേക്കാ പോണേ അതനുസരിച്ചാണ് അവര്. അല്ലാണ്ട് അവർക്ക് അതിനുള്ള അറിവ് ആയിട്ടില്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ദിവസം വീട്ടിൽ നിന്ന് അമ്മച്ചി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മച്ചി ഇതെടുത്തയോ അമ്മച്ചി ഇതെടുത്തയോ ദിവസം നിന്നിട്ട് പോരും. ഇപ്പോൾ കുറേ നാളായിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടില്ല. ചേട്ടായുള്ള സമയത്ത് പോവും വരും, പോയി വരികയാണ് ചെയ്യാറ്. അപ്പം അതിന് ശേഷമാണ് ഞാൻ ഇപ്പം കുറച്ച് ദിവസം അടുപ്പിച്ച് നിന്നേക്കുന്നത്. അപ്പം അത് പോയി നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടോ? ആ ഒരു വിഷമം ഉണ്ട് കേട്ടോ. നന്നാലും വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്കിപ്പോൾ അവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് വ്യത്യാസം ഉണ്ടായിട്ടല്ല. അത് ഇവിടെ നിന്നാലും ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടും അല്ല ഇവർക്ക്. അമ്മച്ചിക്കാണെങ്കിൽ അവിടെ ഹസിക്കൂട്ടം വന്നു എന്ന് പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഹസി വന്നിട്ടുണ്ട്. അപ്പം അമ്മച്ചിക്ക് സങ്കടം ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മച്ചിക്ക് കളിപ്പിക്കാൻ ആളായി. പറഞ്ഞിട്ടും കാര്യമില്ല, വീട്ടിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു മൂഹതയാണ്. ഇപ്പം എന്തോരം നേരം വെച്ചാൽ നമ്മൾ ഫോൺ കാണാം, ഒരാള് വർത്താനം പറയാനില്ലാണ്ട് നമ്മൾ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതൊരു ഒറ്റപ്പെടലാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇത്ര സങ്കടം ഉണ്ടായി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ. ഇപ്പം അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഓക്കെ ആയി. പിന്നെ ഓക്കെ ആവാണ്ടും കാര്യമില്ല. പെൺമക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിഥികളെ പോലെ വരുന്നു പോകുന്നു, അത് തന്നെ അത്രേ ഉള്ളൂ. പോയി ഇവരൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാലോ. ഞാനൊക്കെ എൻ്റെ മുന്നുണ്ടല്ലോ എൻ്റെ അമ്മ വീട്ടിലേക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ എൻ്റെ അപ്പാപ്പൻ വരും. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ അപ്പാപ്പൻ വന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവും. ശനി ഞായർ തിങ്കളാഴ്ച എനിക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാവാറ്. അങ്ങനെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ അമ്മാമ്മയൊക്കെ വയ്യാണ്ടായി. പിന്നെ നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലാണ്ടായി. അതങ്ങനെയാണ്, എല്ലാ പിള്ളേരുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.